നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് കടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ ജ്യോതിഷ രംഗത്ത് അത് നോക്കാൻ പോകുന്ന വ്യക്തികളെന്നുള്ള നിലയ്ക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് പ്രധാനമായും വിവാഹ പൊരുത്തത്തിനെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പം അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും ഞാൻ തുടർന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അന്ന് ശരിക്ക് നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ പൊരുത്തം നോക്കുന്നിടത്തുള്ള ചില ഈ നക്ഷത്ര പൊരുത്തത്തിന് അമിത പ്രാധാന്യം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പേരുകൾ കുറേ രക്ഷകർത്താക്കളുടെ കയ്യിൽ എഴുതി കൊടുത്തിട്ട് അത് നോക്കിക്കൊണ്ട് രക്ഷകർത്താക്കൾ തന്നെ സ്വയം തീരുമാനിക്കുന്നതാണ് കാണുന്നത്. കാരണം അവർ സ്വയം തീരുമാനം എടുക്കുകയാണ്. ഇന്ന നക്ഷത്രം, കേട്ട നക്ഷത്രം, ഇതെൻ്റെ ദൈവജ്ഞൻ എഴുതി തന്നതാണ്, ഇതെനിക്കെടുക്കാൻ പാടില്ല. അങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് പോകുന്നത് കൊണ്ട് പല നല്ല ബന്ധങ്ങളും പലർക്കും നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളങ്ങനെ ഒരു സ്വയം തീരുമാനമെടുക്കരുത്. ഒന്നുകിൽ നിങ്ങളിത് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുക. അല്ലാതെ ഒരു ദൈവജ്ഞൻ പറഞ്ഞു എന്ന പേരിൽ മാത്രം കുറേ നക്ഷത്രങ്ങളെ മാത്രം സെലക്ട് ചെയ്ത് കുട്ടികളുടെ വിവാഹം നടത്താനായി ശ്രമിക്കാതിരിക്കുക. കാര്യം അത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മറ്റ് സാഹചര്യങ്ങളും കൂടി ചേർന്ന് വരുന്നത് കിട്ടാൻ പ്രയാസമാണ്. നമ്മുടെ നാട്ടിൽ ജനിച്ച കുട്ടികളുടെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മളൊരു ദൈവജ്ഞൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ ഒരു നക്ഷത്രത്തിലും അതേപോലുള്ള ജാതകവും ഗ്രഹനിലയും ഒക്കെ ഉള്ള ഒരു കുട്ടി ജനിക്കുന്ന സാഹചര്യം ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വയം എന്തിനു വേണ്ടിയാണ് ഇത് നോക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത ഒരു കാര്യവും കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു രക്ഷകർത്താക്കളുടെ അടുത്ത് നമ്മൾ വിളിച്ച് ചോദിച്ചാലും അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മകന് 3.5 പാപമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് 4 പാപമുണ്ട്, അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ പാപമുള്ള കുട്ടിയെ വേണം എനിക്ക് ആവശ്യം. എന്ന് വെച്ചാൽ എന്തോ നമ്മളിപ്പോൾ കടയിൽ പോയി 1 ലിറ്റർ വെളിച്ചെണ്ണ വേണം, അല്ലെങ്കിൽ 1 കിലോ പഞ്ചസാര വേണം എന്ന് പറയുന്നത് പോലെ എന്തോ ഒരു യൂണിറ്റിൽ ഈ പാപത്തിനെ അളന്നു വെച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജാതകത്തിലും ഈ പാപം അളക്കാനായിട്ട് ഒരു യൂണിറ്റും ഒരു ആചാര്യനും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജ്യോതിഷന്മാർ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ 1.5 പാവവും 3.5 പാവവും ഒക്കെ. അല്ലാതെ അങ്ങനെ ഒരു യൂണിറ്റും ഒരു ആധികാരിക ഗ്രന്ഥങ്ങളിലും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ അത് ഒരു തട്ടിപ്പാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തിനെ ഒരിക്കലും നമ്മൾ അങ്ങനെ അളക്കുന്നില്ല. കാരണം ഒരു ഗ്രഹം പാപഗ്രഹമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഏത് രാശിയിൽ നിൽക്കുന്നു, അത് ഏത് ഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഗ്രഹത്തിനെ ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ഗ്രഹത്തിനെ പാപഗ്രഹമാണോ എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജാതകം, ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പയ്യൻ്റെ ജാതകം ഒരു ജ്യോതിഷൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അവർ ആ പാരൻസിനോട് പറയുന്നത്, നിങ്ങളുടെ മകന് 4.5 പാപമുണ്ട്, അപ്പോൾ അതുകൊണ്ട് 4.5ക്കാളും കൂടുതലുള്ളതാണ് എടുക്കേണ്ടതെന്ന്. യഥാർത്ഥത്തിൽ ഈ പാരൻ്റ് മനസ്സിലാകാതെ പോകുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അളവ് വെച്ചുള്ള പാപത്തിൻ്റെ തുല്യതയ്ക്ക് അർത്ഥമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്രഹനിലയിൽ അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് അത് ഒരു ഗ്രഹം പാപനാണോ ശുഭനാണോ എന്ന് നിശ്ചയിച്ചിട്ടാണ് അതിൻ്റെ ഫലം നമ്മൾ നിരൂപിക്കുന്നത്. അപ്പോൾ അവിടെ ഈ എണ്ണത്തിന്, അതായത് ഈ 4.5 എന്നോ 3.5 എന്നോ 1.5 എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. ഇന്ന് പല വിവാഹങ്ങളും നടക്കാതിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ രക്ഷകർത്താവ് സ്വയം മനസ്സിലാക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മകന് ഇത്രയും പാപമുണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടുതൽ പാപമുള്ളത് മാത്രമേ യോജിക്കൂ എന്നാണ്. പക്ഷേ ഇത്തരത്തിൽ പാപങ്ങളിങ്ങനെ കണക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്ന ജാതകങ്ങൾ ജനിച്ച അവരുടെ വിവാഹങ്ങളെല്ലാം പരാജയമായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഭാവം ഭാവപതി കാരകൻ, അതാണ് ഒരു ജാതകത്തിലെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം അതിനെക്കുറിച്ച് ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. പകരം ഈ എണ്ണത്തിനെ മാത്രം എടുത്തുകൊണ്ട് എണ്ണം വെച്ച് നോക്കിയിട്ട്
പരസ്പരം ചേർക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ജാതകങ്ങളെ തമ്മിൽ ചേർത്ത് വച്ചിട്ട് അവരെ ജീവിക്കാനായിട്ട് വിടുമ്പോൾ അവർ പരസ്പരം കലഹിച്ച് അവർ രണ്ടുപേരും ഡിവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. ഈ 1.5 2.5 എന്ന് പാപം എന്ന് പറഞ്ഞ് ഈ ജ്യോതിഷന്മാർ പറഞ്ഞു തന്നേക്കുന്നില്ല, നിങ്ങളത് മറക്കുക. പകരം നിങ്ങളുടെ കുട്ടിക്ക് ഒരു ജാതകം പൊരുത്തം നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് ആ ജാതകം അങ്ങ് കൊണ്ടുപോവുക ഒരു ദൈവജ്ഞൻ്റെ അടുത്ത്. അല്ലാതെ അവിടെ നിങ്ങൾ നക്ഷത്രമോ അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ മറ്റേ 1.5 3.5 ഒന്നും നോക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ കൊടുത്തിട്ട് അതിനകത്ത് യുക്തിപൂർവം ഒരു ജാതകം നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പൊരുത്തം നോക്കിത്തരും. കാരണം നാൾപ്പൊരുത്തം കൊണ്ട് മാത്രം തീരുമാനം എടുക്കാനായിട്ട് ഒരു ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പറയുന്നത് നാൾപ്പൊരുത്തം ഒരു ചെറിയൊരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ. അതിൽ നോക്കേണ്ടത് ജാതകങ്ങൾ തമ്മിൽ തന്നെയാണ്. ജാതകങ്ങൾ തമ്മിലുള്ള സാമ്യത, പിന്നെ ഗ്രഹങ്ങൾ തമ്മിലുള്ള സാമ്യത, പിന്നെ ദശാസന്ധി, ജാതകങ്ങൾ തമ്മിലുള്ള ഘടന, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മാത്രമാണ് 2 ജാതകങ്ങൾ തമ്മിൽ ചേർക്കാമോ എന്ന് ഒരു കൺക്ലൂഷനിൽ എത്താനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഇതിനെ കേട്ട് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാള് 3-ാം നാളോ അല്ലെ 5-ാം നാളോ 7-ാം നാളോ വന്നുകൊണ്ട് പേരിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ആപത്തും വരാൻ പോകുന്നില്ല. പകരം നിങ്ങൾ മൊത്തത്തിലുള്ള ജാതകവും നോക്കാൻ കഴിയുന്നവരെ സമീപിക്കുക. അത്തരത്തിൽ മാത്രം നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സാകുമ്പോൾ അതിനെ നമ്മൾ 1-ാം ക്ലാസ്സിൽ ചേർക്കും. പക്ഷേ അതിനെ നമ്മൾ ഈ ജാതകം നോക്കിയല്ല ചേർക്കുന്നത്. കാരണം അന്ന് നമ്മൾ ഏത് സ്കൂളിലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മാത്രമേ ഉള്ളൂ വിവാഹത്തിൻ്റെ കാര്യത്തിലും. കാരണം വിവാഹം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുള്ള ഒരു ഘട്ടമാണ്. ശരി, ആ ഘട്ടത്തിനൊരു വയസ്സും ഒരു കാലവും ഉണ്ട്. അപ്പോൾ ആ കാലത്ത് നടത്തിയില്ലെങ്കിൽ പിന്നെ നമ്മളത് നടത്തി കഴിഞ്ഞാൽ അതിന് വേറെ ബയോളജിക്കലായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ വ്യക്തികൾ അനുഭവിക്കേണ്ടി വരും. അപ്പം അതും കൂടി നമ്മൾ കണക്കാക്കി വേണം നമ്മൾ ജാതകം പൊരുത്തം നോക്കാനായിട്ട് പോകുമ്പോൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടോ ഇന്നത്തെ ഈ ജ്യോതിഷന്മാരാരും തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ ബ്ലൈൻഡായിട്ട് അവർ പഠിച്ച തിയറിയെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കണ്ണുടച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ പൊരുത്തമില്ലായ്മ ഉണ്ടാക്കി ഈ ജാതകങ്ങൾ കൊണ്ടുവരുന്നവരെ ഇത് ചേരില്ല എന്ന് പറഞ്ഞ് അയക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് സമയത്ത് വിവാഹം നടക്കാൻ കഴിയുകയുള്ളൂ. അപ്പം അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാ രക്ഷകർത്താക്കളും ചെയ്യണം. അതിന് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പൊരുത്തം നോക്കാൻ തുടങ്ങും മുമ്പ് തന്നെ നിങ്ങൾ ഈ ജാതകം ഒന്ന് വിശദമായിട്ട്, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അതിൻ്റെ ജാതകം ഒന്ന് വിശദമായിട്ട് ആദ്യം നോക്കുക. അതിനെ എന്തെങ്കിലും 7-ാം ഭാവപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പരമായിട്ട് ഏതൊക്കെ പാവന്മാരുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ പാവന്മാരുണ്ട്, അതിന് എന്തൊക്കെയാണ് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ ശുഭത്വം എത്രത്തോളം ഉണ്ട് എന്നാദ്യം കണ്ടുപിടിച്ചിട്ട് മാത്രം ജാതക പൊരുത്തം നോക്കാൻ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം കുഴിയിൽ ചെന്ന് ചാടേണ്ടി വരില്ല. അതിന് പകരം നിങ്ങൾ ബ്ലൈൻഡായിട്ട് ഈ ജാതകം ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പയ്യൻ്റെ ജാതകം കിട്ടുമ്പോൾ അതും നിങ്ങളുടെ കുട്ടിയുടെ ജാതകവുമായിട്ട് ഒരാളടുത്ത് പോകുമ്പോഴാണ് ഈ ഇത് വരുന്നത്. അതേസമയം നിങ്ങൾ നേരത്തെ ഇത് നോക്കി വെച്ച് നിങ്ങൾക്കൊരു തയ്യാറെടുപ്പോട് കൂടി പോകാമെന്നുണ്ടെങ്കിൽ ഈ നോക്കുന്ന ആൾ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കത് കൗണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാനോ കഴിയും. ഞാനിത് നേരത്തെ ഇത് പരിശോധിച്ചിരുന്നു, അപ്പോൾ പരിശോധിച്ച വ്യക്തി ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു, സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഫലം ഇതല്ലേ, അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് സാർ ഇതിന് ചേരുന്നില്ല എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് എടുത്തു ചോദിക്കുവാനായി കഴിയും. അത്തരത്തിൽ നമ്മൾ തന്നെ ഉണർന്ന് ചോദ്യം ചെയ്തു തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥയെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു രീതിയെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ഈ രീതി മാറ്റിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ സമയത്ത് വിവാഹിതരാവാതെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യം എല്ലാവരും ഞാൻ ഇരുന്ന പോലുള്ള ഈ കാര്യങ്ങൾ എല്ലാവരും കേൾക്കണം. എല്ലാവരും കേട്ടിട്ട് അത് കേട്ട് നിങ്ങളുടെ പോലെ തന്നെ നിങ്ങളെ തുല്യ ദുഃഖിതരായത് വിവാഹം നടക്കാതിരിക്കുന്ന നിരവധി അച്ഛനമ്മമാർ കാണും. അവർക്ക് ഇത് കേൾപ്പിക്കുക. അത്തരത്തിൽ നിങ്ങളെല്ലാം കേട്ട് ഇതിലൂടെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് ചോദിക്കാം, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. അത്തരത്തിൽ നിങ്ങൾ സ്വയം ബോധവാന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും ചൂഷണം ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ നടക്കുന്ന ഒരു ചൂഷണമാണ് നടക്കുന്നത്, വിവാഹ പൊരുത്തം എന്നുള്ള പേരിൽ. കാരണം
കാരണം എന്തുകൊണ്ട് 5-8 വർഷമായിട്ട് ഒരു കുട്ടിക്ക് വിവാഹ പൊരുത്തമായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവിടെ എന്തോ ഒരു അപാകതയുണ്ട്. അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. അല്ലാതെ അത് മറ്റേ ഈ നിങ്ങളുടെ കുഴപ്പമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കർമ്മദോഷമൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പം അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അതിന് അബദ്ധം പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു ചികിത്സയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു രോഗം വന്നാൽ ആദ്യം ചികിത്സിക്കുന്നത് നമ്മുടെ കുടുംബ ഡോക്ടർ കാണും, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഡോക്ടർ കാണും. ഇപ്പം ജനറൽ മെഡിസിൻ ആയിരിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹം പറയും എന്താ നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഒരാഴ്ച മരുന്ന് തരും. അപ്പോൾ അത് കുറയുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അടുത്ത അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണാനാണ് പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഈ ജാതകം നോക്കുന്ന കാര്യത്തിൽ മാത്രം എല്ലാവരും അവരൊരു കുടുംബ ജ്യോതിഷൻ എന്ന് പറഞ്ഞ് ഒരാളെ അവരോധിച്ചിട്ട് ആ മാന്യദേഹം പറയുന്ന വാക്കിൻ്റെ പിറകെ നടക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനോട് ഒരു വർഷം നോക്കിയിട്ട് അദ്ദേഹം ശരിയായ രീതിയിൽ പൊരുത്തം നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ മാറി വേറൊരു സ്ഥലത്ത് പോകാൻ ശ്രമിക്കുക. അത്തരത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ കഴിയും. അതിനു പകരം ഈ കണ്ണുമടച്ച് ഒരാളെ വിശ്വസിച്ച് പോകുന്ന ആ ഒരു അവസ്ഥയാണ് ഈ ജ്യോതിഷ രംഗത്ത് കാണുന്നത്. അത് പലപ്പോഴും പലരെയും പരാജയത്തിലേക്കും പടുകുഴിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പം അതും കൂടെ എല്ലാവരും ചിന്തിക്കുക, അതും കൂടി എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യത്തോടു കൂടി ഇന്നത്തെ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.